ജൻസി വിപ്ലവത്തെ അനുകൂലിച്ച മുഴുവൻ ആൾക്കാരും രാജ്യദ്രോഹികളും വർഗീയവാദികളും അവരൊക്കെ രാജ്യവിരുദ്ധന്മാരായിട്ടാണ് നമ്മുടെ സംഘപരിവാർ ഭരണകൂടവും സംഘി വേട്ടാവളിയന്മാരും നിരന്തരം ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരുത്തനുണ്ട്, ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തനാണ്. അവൻ പറഞ്ഞിട്ടുള്ള ശുദ്ധ തെണ്ടിത്തരമാണ്. കാരണം നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കണം, അവിടെ പോയിട്ട് നിങ്ങൾ പോലീസുകാരെ അടിക്കണം, പാർലമെന്റ് കത്തിക്കണം എന്നൊക്കെയാണ് ഈ ഒരു പരമകൂള വന്നിരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കുരച്ചത്. അതിനുശേഷം ഇപ്പൊ മാപ്പും കോപ്പും പറഞ്ഞുകൊണ്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ ഒരുത്തൻ കാണിച്ച തെറ്റിന് ആ ഒരു സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മരവാണം സംഖ്യകൾ കേട്ടോ. കാരണം ഇവൻ കാണിച്ചിട്ടുള്ള ഒരൊറ്റ തെമ്മാടിത്തരത്തിന് കഴിഞ്ഞ ഒരു മാസമായിട്ട് ജന്തർ മന്ദറിൽ ഈ സമരം നടത്തുന്ന ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ, ഈ രാജ്യത്തിന്റെ ഭാവി തലമുറ അല്ലെങ്കിൽ ഈ രാജ്യത്തെ നിലനിർത്തി കൊണ്ടുപോകേണ്ട വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചും അവരെ തീവ്രവാദിയായിട്ടും അവരെ വർഗീയവാദികളായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന സംഖ്യകളുണ്ടല്ലോ. നീയൊക്കെ ഒന്ന് ഓർക്കുക, നാളെ ഇതുപോലൊരു അവസ്ഥ നിനക്കൊക്കെ ഉണ്ടാകാൻ കിടക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മോളുണ്ട്. ഈ നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു മോള് ഒരു 10-12 വയസ്സൊക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ മോളുടെ പ്രായത്തിനും അതീതമായാണ് ആ കുട്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ആ കുട്ടിയുടെ ഓരോ വാക്കുകളും ഇത് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മോളുടെ പേരെനിക്ക് അത്ര ഓർമ്മയില്ല, ആർക്കെങ്കിലും പേരറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഈ മോള് ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു. അതിന്റെ താഴെ വന്ന കമന്റുകൾ വായിച്ചാൽ പെറ്റ തള്ള പോലും സഹിക്കത്തില്ല. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത അണ്ടിമുക്ക് ശാഖയിൽ പോയി വടികിറക്കി അവിടുത്തെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂളും വിഴുങ്ങി ഗോമൂത്രവും കുടിച്ച ഈ ചെറ്റകൾ ഇതുപോലുള്ള മക്കൾ ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുമ്പോൾ അവന്റെയൊക്കെ ഒരു മനസ്സെന്താണെന്നുള്ളത് നമുക്ക് ഇത് മനസ്സിലാക്കാം അല്ലേ. പക്ഷേ നമ്മുടെ ഈ മോള് കൊടുത്തിരിക്കുന്ന മറുപടി ഉണ്ടല്ലോ, ഇത് മുഴുവൻ നിങ്ങൾ കേൾക്കണം കേട്ടോ. കേട്ടിട്ട് നിങ്ങൾ ഈ മോക്കൊരു കയ്യടി മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. മോള് പറയുന്നത് ഒന്ന് കേട്ടു. കാരണം ഈ മോളുടെയൊക്കെ ആ ഒരു ലെവലിലേക്ക് ഈ സംഖ്യ ഓളികൾ എത്തണമെങ്കിൽ അത് ഇച്ചിരി പാടാ കേട്ടോ. കാരണം അതെന്താ അറിയാം, തലയ്ക്കകത്ത് ചാണകം പോരാ, അവിടെ തലച്ചോറ് വേണം. പിന്നെ മനുഷ്യനായിട്ട് കാണാനായിട്ടുള്ള ആ ഒരു യുക്തിയും കൂടെ വേണം. അതില്ലാത്ത ഈ പൊട്ടന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും മോള് പൊളിച്ച് കേട്ടാ കണ്ടോ. അങ്ങനെ എന്നെയും ചാപ്പവത്തി, തീവ്രവാദി, രാജ്യദ്രോഹി, ജഹാദി എന്നൊക്കെ പറഞ്ഞു. സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ആ വിദ്യാർത്ഥി സമരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളാണ് എന്നെ തീവ്രവാദിയാക്കി മാറ്റിയത്. അതിലൊന്നും ഒരു വിഷമവും ഇല്ല. കാരണം നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ അറിയോ? വിദ്യാർത്ഥികളുടെ വിഷമറിയോ? ജനങ്ങളുടെ വിഷമറിയോ? മനുഷ്യരെ കുറിച്ച് പറയാനോ? അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ അറിയോ? ആകെ നിങ്ങൾക്കറിയാവുന്നത് പ്രതികരിക്കുന്നവരെ, ചോദ്യം ചെയ്യുന്നവരെ തീവ്രവാദി എന്നൊക്കെ പറയാനും നിങ്ങൾക്കറിയും. പിന്നെ ചിലര് കുഞ്ഞു വായിൽ വലിയ വർത്താനം പറയരുത് എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, വലിയ വായിട്ടായിട്ട് മിണ്ടാതിരിക്കുന്നതിനും കാട്ടി നല്ലതല്ലേ ഈ കുഞ്ഞു വായിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അല്ലേ? പിന്നെ വേറെ ചിലര് എഴുതി കൊടുത്ത കുട്ടി വായിക്കുകയാണ്, കീ കൊടുത്ത പാവയാണ് എന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ ഒരു ആവശ്യവും ഇല്ല. കാരണം 10 വയസ്സുള്ള എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് പറയാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ പുസ്തകങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നതല്ല, ഇതൊക്കെ വായിക്കാനുള്ളതാണ്. പത്രം ഇതൊക്കെ വായിക്കണം. ഇതൊക്കെ വായിക്കുന്നതിലൂടെ നമുക്ക് അറിവ് കിട്ടും. പിന്നെ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇതിനെ കുറിച്ചുള്ള വീഡിയോ 2-3 കണ്ട് റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് 3-4 പോയിന്റ് കിട്ടിയാൽ മതി. അത് 10 മിനിറ്റുള്ള നമുക്ക് അത് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അറിവൊക്കെ കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിന് നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. നിങ്ങൾക്ക് അക്ഷരങ്ങൾ ഇഷ്ടമല്ല, അറിവ് ഇഷ്ടമല്ല, വിദ്യാഭ്യാസം ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആകെ ഇഷ്ടം ഈ തീവ്രവാദി എന്നൊക്കെ കമന്റ് ഇടുന്നത്. ഇതൊക്കെ പറയാൻ വലിയ വേണമെന്നൊന്നുമില്ല. വലിയ മനസ്സുണ്ടായാൽ മതി. വിശാലമായ മനസ്സ്, എല്ലാരെയും സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ്. അതില്ലാത്തതാണ് ഈ പ്രശ്നം. അതിലൊരാൾ കമന്റ് ഇട്ടേക്കാണ്, അടി തുടങ്ങിയിട്ടില്ല മോളെ, വടി വെട്ടാൻ പോകുന്നേ ഉള്ളൂ. എന്തും മനസ്സാണ് നിങ്ങളുടെ. ഇത് കണ്ടില്ലേ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ തോന്നും? പിന്നെ ഏറ്റവും വലിയ ചോദ്യം, പഹൽഗാമിൽ ആ 29 പേരെ വെടിവെച്ച് കൊന്നപ്പോ നീ എവിടെയായിരുന്നു? ഒന്നും മിണ്ടിയില്ലല്ലോ. അതൊക്കെ ഞാൻ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, സോഷ്യൽ മീഡിയയിലല്ല, 100 കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഓപ്പൺ സ്റ്റേജിൽ വെച്ച്. അവിടെ മതം തിരിഞ്ഞ നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ വീണവന്റെ മതം ചികാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ വിരാശകാരെ നിങ്ങൾ ചിന്തത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ കണ്ടമാരും ആയുസെണ്ണി കാത്തിരുന്നോ വരുന്ന നിന്നിലേക്ക് അണ്ണാക്കിലേക്ക് റഫാൽ മിറാഷ് ചേർക്കുന്ന പെട്ടിക്കെട്ട്. വീഡിയോ താഴെയുണ്ട്, പോയി കണ്ടോ, രോമാഞ്ചം വരും.
ഇതൊക്കെ കാണണമെങ്കിലേ ഒരു കണ്ണടച്ച് കണ്ടാൽ കാണൂല, 2 കണ്ണും തുറന്ന് കാണണം. ജന്തർ മന്ദർ അവിടെ എല്ലാവരും ഉണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, സിഖുകാര്, എല്ലാ നല്ല മനുഷ്യരും ഉണ്ട്. ഭാരതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ അവിടെ പോയാൽ മതി. പക്ഷേ ഒരു കൂട്ടര് മാത്രമേ ഇല്ല. അവരാണ് ഇവിടെ വന്ന് തീവ്രവാദി എന്നൊക്കെ കമന്റ് ഇടുന്നത്. അവരല്ലാത്ത എല്ലാ നല്ല മനുഷ്യരും ആ വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ ഒരു ചേച്ചി പറഞ്ഞു, നീ അവിടെ പോയി പ്രസംഗിക്കാൻ, അവിടെ പോകണമെന്നും ആ ചരിത്രത്തിന്റെ ഭാഗമാകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വണ്ടിക്കുലിക്ക് പൈസ ഇല്ല. ആരെങ്കിലും കൊണ്ടാണേ പോകും. പിന്നെ കുറച്ചേര് കമന്റ് ഇട്ടു, ഞാൻ അൺഫോളോ ചെയ്ത് പോവുകയാണ്. അവരൊക്കെ എന്നെ ഫോളോ ചെയ്തിട്ട് പോലും ഇല്ല. അങ്ങനെയുള്ളവർ പൊക്കോട്ടെ. നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മതസംഘടനയുടെയോ സപ്പോർട്ട് കൊണ്ടല്ല ഞാൻ ഇവിടെ വരെയെങ്കിലും എത്തിയത്. ജാതി മത രാഷ്ട്രീയത്തിനപ്പുറം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറേ നല്ല മനുഷ്യന്മാരുടെ സപ്പോർട്ട് എനിക്കൊപ്പമുണ്ട്. അവരുടെ സപ്പോർട്ട് എനിക്ക് മതി, അല്ലാത്തവർക്ക് പോകാം. കോമഡി റീലും ഇമിറ്റേറ്റിംഗ് വീഡിയോ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. അതിനൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്. അതായത് കണ്ടോ, 10 മില്യൺ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു കോമഡി വീഡിയോ. അതിപ്പോൾ 1 മില്യൺ ആയി. ഇതിനൊക്കെയാണ് എനിക്ക് റീച്ച് കിട്ടുന്നത്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടത് എൻ്റെ കടമയാണ്, ബാധ്യതയാണ്. അവിടെ റീച്ചും ഫോളോവേഴ്സും കുറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ എന്നെ തീവ്രവാദിയാക്കിയില്ലേ? കുറച്ച് തീവ്രവാദികളെ ഞാൻ കാണിച്ചു തരാം. ഇവരൊക്കെ തീവ്രവാദികളാണെങ്കിലേ ഞാനും ആ കൂട്ടത്തിലാണ്. ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്ന് പറയുന്നത് കേട്ടത്. കൺഫേം ആയിട്ടില്ല, ഇപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി ശബ്ദത്തിൻ്റെ വിജയം, ജനാധിപത്യത്തിൻ്റെ വിജയം. പിന്നെ വേറൊരു കാര്യം, എന്നെ എത്ര രാജ്യദ്രോഹിയെന്നോ തീവ്രവാദിയെന്നോ വിളിച്ചാലും പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകും. കാരണം ഇതെൻ്റെയും കൂടി രാജ്യമാണ്. കൊടുക്കണം നല്ലൊരു കൈയടി അല്ലേ? ഇതുപോലൊക്കെ സംസാരിക്കണമെങ്കിലുണ്ടല്ലോ, നീയൊക്കെ ഇനി 100 ജന്മം ജനിക്കണം, എങ്കിലേ നിനക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നീയൊക്കെ പറയാറുണ്ടല്ലോ നാഴേക്ക് 40 വട്ടം മദ്രസയിൽ വിടുന്നത് തീവ്രവാദത്തിന് വേണ്ടിയാണ്, മദ്രസയിൽ പഠിപ്പിക്കുന്ന തീവ്രവാദമാണ്. എടാ, ഈ കുട്ടിയുടെയൊക്കെ കാല് കഴിയ വെള്ളം ഉണ്ടല്ലോ, ഗോമൂത്രത്തിന് പകരം കുടിച്ചാൽ ചിലപ്പം നിൻ്റെയൊക്കെ തലയ്ക്കകത്ത് വിളവ് വീണേക്കും കേട്ടോ. ഈ കുട്ടിയുടെയൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് രാജ്യദ്രോഹി, ഇവരൊക്കെ രാജ്യത്തിൽ നിന്ന് പുറത്തു പോകേണ്ടവരാണ് എന്നൊക്കെ പറയാനായിട്ടുള്ള ആ ഒരു മനസ്സ് നിനക്കൊക്കെ കിട്ടിയത് ഈ കുഞ്ഞുനാൾ തൊട്ട് ഈ അണ്ടിമുക്കി ശാഖയെ പോയിട്ട് അവിടെ പഠിപ്പിക്കുന്ന ഈ അപരമത വിദ്വേഷം ഉണ്ടല്ലോ. ഈ രാജ്യത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളും ക്രൈസ്തവനും കമ്മ്യൂണിസ്റ്റും എല്ലാം ഈ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണെന്ന് നിന്നെയൊക്കെ പഠിപ്പിക്കുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരോട് ദയവ് ചെയ്ത് പറയാണ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊന്നും നമ്മുടെ മക്കളെ പറഞ്ഞു വിടരുത്. കാരണം ഈ നാട്ടിൽ ഇനി വളർന്നു വരുന്ന ഒരു ഭാവി തലമുറയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇത് കേൾക്കുമ്പോഴല്ലോ മനസ്സിന് കിട്ടുന്ന ആ ഒരു സുഖം, ആ ഒരു സന്തോഷം ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാനോ പറയാനോ സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. ഇതൊക്കെ കേട്ടിട്ട് അല്പമെങ്കിലും നാണം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റെങ്കിലും ഇടാതിരുന്നോടെ, അതെങ്കിലും നീയൊക്കെ ചെയ്യും. ഈ കുട്ടി ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് പഴികൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ തട്ട വിടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പൺ സ്റ്റേജിൽ ഈ കുട്ടി തട്ട വിട്ടിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ സംഖ്യകൾക്ക് അന്ന് കുരുപൊട്ടിയത്. ആ കുട്ടിയാണിത്. ഏതായാലും പേര് ഞാൻ മറന്നുപോയി. പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കാം. മോളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വരട്ടെ ഇങ്ങനത്തെ ജെൻസി കുട്ടികൾ അല്ലേ? ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾ. ബിഗ് സല്യൂട്ട് മോളെ, ബിഗ് സല്യൂട്ട്.